2024 ജൂലൈ 14 മിയ കാമ്പോസ് എന്ന 16 വയസ്സുകാരി ഒരാളുടെ ഒപ്പം നടന്നു പോകുന്നത് അവളുടെ വീട്ടുകാർ കണ്ടു. അവൾ വീടിന് വെളിയിൽ ഇറങ്ങി നടന്നു പോകുന്നതാണ് കണ്ടത്. കുറച്ചകലെയായതിനാൽ കൂടെയുള്ളത് ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. മിയയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് അവർ ആദ്യം കരുതി. മിയ ഗർഭിണിയായിരുന്നു. മിയയുടെ വീട്ടുകാർ അവളെ സപ്പോർട്ട് ചെയ്തു. അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വരുവാണല്ലോ. രാത്രിയായിട്ടും അവൾ തിരികെ വന്നില്ല. അവളുടെ വീട്ടുകാർക്ക് പേടിയായി. അവർ അവളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ചെന്നപ്പോൾ കണ്ടത് കുറച്ചകലെ ഒരു കാട്ടിൽ മരിച്ചു കിടക്കുന്ന മിയയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ അവളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. മിയയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്ന എഡ്വേർഡ് ജീസസിനെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷെ അവൻ ആദ്യം തന്നെ പറഞ്ഞത് മിയയുടെ വയറ്റിലുള്ള കുട്ടി അവന്റെ അല്ല എന്നാണ്. പിന്നീട് പോലീസിന് മനസ്സിലായി അവൻ കള്ളം പറയുകയാണ് എന്ന്. പോലീസിനോട് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതിനാണ് അവനെതിരെ കേസെടുത്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എഡ്വേർഡ് തന്നെയാണ് മിയയെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞു. ചെറിയ പ്രായത്തിലെ അച്ഛനാകാൻ അവന് താല്പര്യമില്ലായിരുന്നു. അതിനാണ് മിയയെ ബുദ്ധിപൂർവ്വം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്.